തമിഴക വെട്ടുകഴകം നേതാവ് വിജയുടെ ആരോപണങ്ങൾ തള്ളി തമിഴ്നാട് സർക്കാർ. മന്ത്രി സെന്തിൽ ബാലാജി മരണപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിച്ച് ധനസഹായം കൈമാറി. അതേസമയം റവന്യൂ സെക്രട്ടറി പി അമുദയുടെ വാർത്താ സമ്മേളനത്തിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നു. സുപ്രീംകോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്ന് BJP ആവശ്യപ്പെട്ടു. KP അഭിലാഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, ഇന്നലെ വിജയുടെ പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഇത് സർക്കാരിന്റെ ഗൂഢാലോചനയാണ് എന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് വിജയ് ഉന്നയിച്ചത്. അതായത് വിജയ് ഇതൊക്കെ കൈകഴുകി വിജയ് ഇതിൽ നിന്നൊക്കെ മാറുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. അനുശ്രീ, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കരൂർ അപകടവുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെ അവധാനതയോടുകൂടിയുള്ള ഒരു ഇടപെടൽ ആണ് ഉണ്ടായത്. പ്രത്യേകിച്ച് വിജയ്ക്ക് എതിരെയും ഒപ്പം TVKയ്ക്ക് എതിരെയും വളരെ പെട്ടെന്നുള്ള നടപടികളിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെയും DMKയുടെയും തീരുമാനം. എന്നാൽ ഇന്നലെ വാർത്താ സമ്മേളനത്തിലടക്കം വിജയ് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന സമീപനം തുടരുകയാണ് ഉണ്ടായത്. ഇത്രയും വലിയ ഒരു അപകടം നടന്നിട്ട് പോലും ആ അപകടത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിനോ അല്ലെങ്കിൽ തങ്ങളുടെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചു എന്ന് സമ്മതിക്കുന്നതിനോ ഒന്നും വിജയ് തയ്യാറായില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്ഷമാപണം പോലും വിജയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. സംഘാടനത്തിലെ പിഴവാണ് ഇത്രയും വലിയ അപകടത്തിന് കാരണം എന്നത് സമ്മതിക്കാനും വിജയ് തയ്യാറായില്ല. മറിച്ച് സിനിമാ സ്റ്റൈലിൽ ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ ഒരു കണ്ണീർ കഥയാണ് വിജയ് മെനഞ്ഞെടുത്തത് എന്നുള്ളതാണ് DMKയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇനി DMKയുടെ ഭാഗത്ത് നിന്ന് രാഷ്ട്രീയമായി തന്നെ വിജയെ നേരിടുക എന്നതായിരിക്കും നീക്കം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് സെന്തിൽ ബാലാജിയെ ഇപ്പോൾ കളത്തിൽ ഇറക്കിയിട്ടുള്ളത്. അതായത് ഈ ദുരന്തത്തിൻ്റെ കാരണം സർക്കാരാണ് എന്നും ഈ ഗൂഢാലോചനയ്ക്ക് പിന്നെ സെന്തിൽ ബാലാജിയാണ് എന്നുമുള്ള വിമർശനമാണ് TVK ഉന്നയിക്കുന്നത്. അതേ മന്ത്രി സെന്തിൽ ബാലാജിയെ തന്നെയാണ് ഇപ്പോൾ DMK കളത്തിലേക്ക് ഇറക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് കരൂരിലെ അപകട സ്ഥലത്ത് സന്ദർശനം നടത്തിയ മന്ത്രി ഈ അപകടത്തിൽ മരണപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കുകയും ഒപ്പം സർക്കാർ പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപയുടെ ധനസഹായം നേരിട്ട് കൈമാറുകയും ചെയ്തു. കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ തന്നെയാണ് സെന്തിൽ ബാലാജിയെ രംഗത്ത് ഇറക്കിയത്. ഒപ്പം പരിക്കേറ്റവരുടെ വീടുകളും സെന്തിൽ ബാലാജി സന്ദർശിച്ചു. അവർക്ക് 1 ലക്ഷം രൂപയുടെ ധനസഹായം കൈമാറുകയും ചെയ്തു. അതായത് ഇന്നലെ ഈ വീഡിയോ ദൃശ്യം വിജയുടെ വീഡിയോ ദൃശ്യം അല്ലെങ്കിൽ വീഡിയോ സന്ദേശം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് സെന്തിൽ ബാലാജി ഈ വീടുകൾ സന്ദർശിച്ചത് എന്ന് പറയുമ്പോൾ ഇത് കൃത്യമായ ഒരു രാഷ്ട്രീയ പോരിലേക്ക് കൂടി കടക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം BJPയുടെ ഭാഗത്ത് നിന്നും വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. BJP നേതാവ് അനുരാഗ് ഠാക്കൂർ ഉൾപ്പെടെയുള്ളവർ സംഭവസ്ഥലം സന്ദർശിക്കുകയും നിലവിലെ അന്വേഷണത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയുമാണ് ഉണ്ടായത്. സുപ്രീം കോടതിയിലെ സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള സുതാര്യമായ ഒരു അന്വേഷണം നടന്നു എങ്കിൽ മാത്രമാണ് ഈ അപകടത്തിന്റെ കാരണത്തെക്കുറിച്ച് വ്യക്തത കൈവരികയുള്ളൂ, ഒപ്പം കുറ്റക്കാരെ ശിക്ഷിക്കുകയുള്ളൂ എന്നുള്ളതാണ് നിലപാട്. അതേസമയം തമിഴ്നാട്ടിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിമർശനം എന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ നടത്തിയ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, ഈ വിജയുടെ ആരോപണങ്ങൾ തള്ളിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ആയിരുന്നു വാർത്താ സമ്മേളനങ്ങൾ നടന്നത്. അതിൽ റവന്യൂ സെക്രട്ടറി അമുദ IAS നടത്തിയ വാർത്താ സമ്മേളനത്തിൽ 10,000 പേർക്ക് മാത്രമായിരുന്നു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അനുമതി നൽകിയത്. അവിടേക്ക് 27,000-ലധികം ആളുകൾ എത്തി. റോഡ് ഷോ നടത്തരുത് എന്ന് നിർദ്ദേശിച്ചിരുന്നു. റോഡിലേക്ക് വിജയ് ഇറങ്ങരുത് എന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇത്തരം നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ സമ്മേളനം നടന്നത്. അതാണ് അപകട കാരണം എന്ന് വിശദീകരിക്കുകയുണ്ടായി. ഇത് സർക്കാർ തന്നെ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് നിയോഗിക്കുകയും ആ ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണം തുടരുകയും ചെയ്യുന്നതിനിടയിൽ സംസ്ഥാനത്തെ ഉന്നത IAS ഉദ്യോഗസ്ഥർ വാർത്താ സമ്മേളനം നടത്തുന്നതിനെയാണ് പ്രതിപക്ഷം വിമർശിക്കുന്നത്. എടപ്പാടി പളനിസ്വാമി പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ വാർത്താ സമ്മേളനം നടത്തുകയും ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈകഴുകുകയും ചെയ്യുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ രാഷ്ട്രീയമായി ഈ അപകടത്തിൽ വലിയ പോര് മുറുകുകയാണ്. അതേസമയം നിയമപരമായ നടപടികൾ മറ്റൊരു ഭാഗത്ത് തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് TVKയുടെ കരൂർ വെസ്റ്റ് സെക്രട്ടറി മതിയഴകൻ, സംഘാടനത്തിന്റെ ചുമതലയുണ്ടായിരുന്ന പൗൻരാജ് എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. ഇവരെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം വിജയ് ഈ വിഷയത്തെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്ന പശ്ചാത്തലത്തിൽ TVK
നേതാക്കളായ ആനന്ദ്, നിർമ്മൽ കുമാർ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യുവാനുള്ള നീക്കവും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ട്. ഒപ്പം മറ്റ് നേതാക്കൾ, TVK നേതാക്കൾ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്കറിയാം ഈ നവരാത്രിയുമായി ബന്ധപ്പെട്ട അവധി ദിനങ്ങൾ ആയതിനാൽ കോടതി ഈ വിഷയത്തിൽ എന്ത് തീരുമാനം എടുക്കും എന്നത് അങ്ങനെ കരൂർ ദുരന്തത്തിൽ വിജയുടെ ആരോപണങ്ങൾ തമിഴ്നാട് സർക്കാർ തള്ളുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. KP അഭിലാഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.